സ്ത്രീകളെ കൊണ്ട് പുരുഷന്മാരും പുരുഷന്മാരെ കൊണ്ട് സ്ത്രീകൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന കാലമാണിത്. നിസ്സാര കാര്യത്തിന് പോലും ഡിവോഴ്സിലെത്തുകയും വഴക്കും പ്രശ്നവുമായിട്ട് നടക്കുന്ന ജീവിതം സ്മൂത്തായിട്ട് പോകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. 1000-ൽ ഒരാൾക്കാണ് ജീവിതം നല്ല സുഗമമായിട്ടുള്ള ഒരു പങ്കാളിയെ കിട്ടുന്നത്, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ വലിയ വലിയ പ്രശ്നങ്ങളുമായിട്ട് പോവുകയാണ്. ഇങ്ങനെ ജീവിതം വഴിമുട്ടി നിന്നിടത്തുനിന്ന് ഉയർത്തെണീറ്റ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപാട് ഈ ആഗ്രഹിച്ചാണ് ആ പെൺകുട്ടി അവരുടെ മാതാപിതാക്കൾ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിടുന്നത്. അതും അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം കൊണ്ടും നല്ല ചേർച്ചയുള്ള ഒരു ബന്ധം, 2 മക്കളെ ഉള്ള, ആകെ ആവശ്യത്തിന് സമ്പത്തുണ്ട്, എല്ലാം കൊണ്ടും ജീവിക്കാൻ പറ്റിയ ചുറ്റുപാടുണ്ട്. ഇതൊക്കെ ഓർത്ത് ആ പെൺകുട്ടി അങ്ങോട്ട് വിവാഹം കഴിച്ചു വിടുന്നു. അവിടെ ചെന്ന് കുറച്ച് നാളുകൾക്കകം തന്നെ അവർക്ക് മനസ്സിലായി അവിടെ ഒരു ഒത്തൊരുമയില്ലാത്ത ഒരു ജീവിതമാണ്. ആ കുടുംബജീവൻ തന്നെ താളം തെറ്റിക്കിടക്കുന്നതാണ്. കാരണം അവരുടെ അപ്പനും അമ്മയും തമ്മിൽ സംസാരമില്ല, അവർ തമ്മിൽ ശരിയായ രീതിയിലുള്ള പോക്കല്ല, അമ്മയും മോനും തമ്മിൽ ശരിയായ രീതിയിലുള്ള പോക്കല്ല, എന്നും അടിയും ബഹളവും വഴക്കും ചീത്തപ്പറച്ചിലും, അപ്പനും മോനും മിണ്ടുകല, അമ്മയും മോനും മിണ്ടുകല, അങ്ങനത്തെ ഒരു വീട്ടിലേക്കാണ് ഇവൾ കടന്നു ചെന്നത്. ഇതൊക്കെ അവൾക്കൊരു അത്ഭുതപരമായ കാഴ്ചയായിരുന്നു. കാരണം നല്ലപോലെ ജീവിച്ചു വന്നൊരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ചെല്ലുമ്പോൾ പരസ്പരം മിണ്ടാതെയും പരസ്പരം വഴക്കടിച്ചും അമ്മയും മോനും തമ്മിൽ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയും, അമ്മയെ വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അമ്മയെ അടിക്കാൻ ചെല്ലുകയും അമ്മ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ട് വരണ്ടു നിൽക്കുകയാണ് ഈ പെൺകുട്ടി. കാരണം ഇങ്ങനെയൊന്നും കണ്ട് വളർന്ന ഒരു ആളല്ല അവൾ. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവളുടെ ആ മാനസികാവസ്ഥ തന്നെ വേറൊരു ലെവലായി മാറുകയാണ്. എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ബുദ്ധിയുള്ളൊരു പെണ്ണിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു പുരുഷൻ അവൻ്റെ മാതാപിതാക്കളോട് എങ്ങനെയാണോ ഇടപെടുന്നത് ആ രീതി മാത്രമായിരിക്കും വരുന്ന പെണ്ണിനോട്. അവ സമൂഹത്തോടും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ നല്ലത് പഠിക്കേണ്ടത് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും, നല്ല പെരുമാറ്റം കാണിക്കേണ്ടതും അവരുടെ അടുത്താണ്. അപ്പോൾ ഇത് രണ്ടും അവൻ അവിടെ നിന്ന് ഇല്ല. അവൻ നല്ല രീതിയിലല്ല വളർന്നതും, അവൻ നല്ല രീതിയിലല്ല മാതാപിതാക്കളോട് ഇടപെടുന്നതും. അപ്പോൾ തന്നെ ഇവളുടെ ഉള്ളിൽ ഒരു നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നുപോയി, മാസങ്ങളായി. അങ്ങനെ ഒരു ദിവസം ഇവൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ ഈ മകൻ മാത്രമല്ല അവിടെ പ്രശ്നക്കാരെന്നുള്ളത് പതുക്കെ ഇവൾക്ക് മനസ്സിലാകുന്നു. ഇവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ എപ്പോഴും കുടിയാണ്, ജോലിക്കൊന്നും പോവുകയല്ല, കുടി തന്നെ കുടി. അപ്പന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ആ കുടുംബം നടന്നു പോയിക്കൊണ്ട് പോരുന്നത്. ഈ അമ്മയും അപ്പനും തമ്മിൽ നല്ല ബന്ധത്തിലല്ല താനും. ഈ അപ്പൻ എല്ലാ കാര്യങ്ങളും വീട്ടിലെ നടത്തുന്നുണ്ടെങ്കിൽ ഈ അമ്മ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാത്ത ഒരു സ്ത്രീയാണ് അവർ. അങ്ങനെ ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു സ്ത്രീയാണ് അവിടുത്തെ അമ്മ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാത്തിനും, ആഹാരത്തിന് വരെ ലിമിറ്റാണ്. ഒരു കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുകയില്ല, അങ്ങനത്തെ ഒരിതാണ്. അതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു പെണ്ണിന് എത്രമാത്രം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടെന്ന് ഒരു സ്ത്രീയായ ഇവർ പോലും മനസ്സിലാക്കാതെ ഇവൾ പല പ്രാവശ്യവും പറമ്പിൽ നിൽക്കുന്ന പേരയ്ക്കായും ചാമ്പങ്ങായും ഒക്കെ കഴിച്ച് ഇവൾ വിശപ്പടക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് എന്നിട്ടും ഒരു അല്പമെങ്കിലും സ്നേഹം കിട്ടി അവിടെ പിടിച്ച് നിൽക്കാമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് അവൾ അവിടെ തുടർന്നു പോയത്. കാരണം സ്വന്തം വീട്ടിലോട്ട് വന്നാൽ അവരെയും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ, അവരെയും കൂടെ വിഷമിപ്പിക്കണ്ടല്ലോ, ഇങ്ങനെ ഓർത്തുകൊണ്ട് തന്നെയാണ് എന്തു വന്നാലും സഹിക്കാമെന്നുള്ള ആ രീതിയിൽ അവൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇവൻ എന്നും കുടിയും കഴിഞ്ഞ് വഴക്ക് വന്ന് ആദ്യം അമ്മയായിട്ടായിരിക്കും വഴക്ക് തുടങ്ങുന്നത്, അത് കഴിഞ്ഞ് ഭാര്യയായിട്ടാവും. ഇങ്ങനെ കൗൺസിലിംഗ് കൊണ്ടുപോയി അങ്ങനെ പല രീതിയിൽ ഇവനെ നന്നാക്കാൻ നോക്കിയിട്ടൊന്നും ഇവ നന്നാകുന്നില്ലെന്ന് കണ്ടു. ഒരു ദിവസം നട്ടപ്പാതിരായിക്കാണ് ഇവൻ കുടിയും കഴിഞ്ഞ് വന്നേച്ച് ഇവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. ഈ ഉപദ്രവം ഇവൾക്ക് സഹിക്കാൻ പറ്റില്ല. വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ടെന്ന് ഓർത്താണ് അവളെ ഉന്തി വിടുകയും അങ്ങനെയെല്ലാം കൈക്കിട്ട്, കരാട്ടെ പഠിച്ച ഒരുത്തനാണ്, കൈക്കിട്ടെല്ലാം വെട്ടി കൈയുടെ ഇവിടുത്തെ ഞരമ്പെല്ലാം വിട്ട് ചതഞ്ഞെല്ലാം പോയി. അങ്ങനെ ആ രാത്രി തന്നെ ഈ ഗർഭിണിയായ പെണ്ണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി അവൾ എങ്ങനെയോ, അതും ഒരുപാട് ദൂരം വേണം റോഡിലേക്ക് വരണമെങ്കിൽ, ഒറ്റയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവളെ എങ്ങനെയൊക്കെയോ തിരിച്ച് ഇവളുടെ സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇവൾക്ക് ഈ കഥകളൊന്നും അവരോട് പറയാൻ പേടിയാണ്. ഇവൾ വന്ന് ഈ രാത്രിയിൽ ഈ പന്തിയല്ലാത്ത വരവ് കണ്ടിട്ടാണ് അവർ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്തുണ്ടായ കാര്യങ്ങൾ ഇവൾ പറയുന്നത്. അങ്ങനെ ഒരുപാട് സഹിച്ച് ഇവളെ പിന്നെ വിടുന്നില്ല, വീട്ടുകാരോട് അറിഞ്ഞ് ഇനി തിരിച്ചങ്ങോട്ട് വിടുന്നില്ല എന്നുള്ള രീതിയിൽ നിന്നു. അങ്ങനെ ആയിരുന്നപ്പോഴത്തേനും പിന്നെ എല്ലാവരും ഇടപെട്ട്, നാട്ടുകാരും വീട്ടുകാരും പിന്നെ സഭക്കാരും എല്ലാം കൂടെ ഇടപെട്ട് വീണ്ടും കൗൺസിലിംഗ് നടത്തി ഇവൻ്റെ കൂടെ അവളെ അയക്കുന്നു. അങ്ങനെ അവൾ ആ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നു. ആ പ്രസവിച്ച് കഴിഞ്ഞ് ആ പ്രസവത്തിന് വേണ്ടി ഇവളുടെ വീട്ടിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഉടക്കും ബഹളമൊക്കെ ആണെങ്കിലും വീണ്ടും ഈ കുട്ടിയെ കൊണ്ട് അവരുടെ വീട്ടിലേക്ക് അവൾ പോകുന്നു, ഭർത്താവിൻ്റെ വീട്ടിലേക്ക്.
അവിടെ ചെന്ന് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ പ്രശ്നം. കുറച്ച് നാൾ ഇവൻ ഒതുങ്ങി നിന്നു. അത് കഴിഞ്ഞ് ഈ ആദ്യം മയ്യമ്മയായിരുന്നു പ്രശ്നം മുഴുവൻ. ഇവക്ക് ഭക്ഷണം കൊടുക്കുകയല്ല, കുട്ടിയെ നോക്കുകയല്ല, എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് മകനോട് പറഞ്ഞു കൊടുത്ത് മകനെ കൊണ്ട് അടി കൊള്ളിപ്പിക്കുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. അവിടെ ആകെ സൈഡെന്ന് പറയാൻ അവളുടെ ഫാദറിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കണ്ടു സഹിച്ച് നിശബ്ദ ജീവിയായിട്ടിരിക്കാൻ മാത്രമാണ് അയാൾക്ക് കഴിയുന്നത്. കാരണം അയാൾക്ക് അവിടെ റോളില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു വീടാണത്. അങ്ങനെ ഇവൾ വീണ്ടും അവിടെ ഇതെല്ലാം സഹിച്ച് നിൽക്കുന്ന ഈ കുട്ടിക്ക്, ആദ്യത്തെ കുട്ടിക്ക് 2 വയസ്സാകുന്നതിന് മുമ്പ് വീണ്ടും ഇവൾ പ്രഗ്നൻ്റ് ആകുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തേക്കാൾ കൂടുതൽ ഉപദ്രവിക്കുന്നു. അങ്ങനെ ഉപദ്രവിച്ച് വീണ്ടും ഇവൾ തിരിച്ച് വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ എല്ലാവരും ഈ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. പക്ഷേ ഇവളത് സമ്മതിക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കുട്ടിയെ വളർത്തിക്കൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനെന്നുള്ളത് ആരാണെങ്കിലും ചിന്തിച്ചു പോകുന്ന കാര്യമാണ്. ആ കുട്ടി അവൾ വീണ്ടും പ്രസവിച്ച് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഇവളുടെ സർട്ടിഫിക്കറ്റുകളും ഇവളുടെ എല്ലാം ആ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിപ്പോയി. അത് ഇവൾ പഠിച്ച തൊഴിലിൻ്റെ വരെ ഇവനെടുത്ത് മാറ്റി കത്തിച്ച് കളഞ്ഞാണോ എന്താണോ എന്നറിയത്തില്ല. ഒടുവിൽ കേസായി കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കുട്ടിയുടെ പിതൃത്വം നിഷേധിക്കുകയാണ്. അവൻ്റെ അല്ല കുട്ടിയെന്ന് വന്ന് പറയുന്നു. അതുവരെ അവളെ പറഞ്ഞ് അപമാനിച്ചിരിക്കുന്നു. ആ കുട്ടിയെ കണ്ടാൽ അവൻ്റെ അല്ലെന്ന് ആരും പറയല്ല, ഫോട്ടോ കോപ്പി എടുത്ത പോലാണ് ഇരിക്കുന്നത്. എന്നിട്ടും കുട്ടികൾ രണ്ടും അവൻ്റെ അല്ല എന്നുള്ള രീതിയിൽ അവൻ ഉറച്ചു നിന്നു. അങ്ങനെയെല്ലാം ഒരുപാട് ഇവളെ അപമാനിക്കുകയും ഒടുവിൽ ഈ ബന്ധം വേണ്ടാന്ന് വെച്ച് തന്നെ തിരിച്ച് ഇവൾ വീട്ടിലേക്ക് വരികയും അങ്ങനെ ഇവളുടെ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ് ഇവൾ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ പഠിച്ചെടുത്ത് എന്ന് വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടുകയും അവൾ സ്വന്തം കാലിൽ നിന്ന് തൊഴിൽ ചെയ്ത് അവൾ ജീവിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. അതായത് ഒരാണും ഒരു പെണ്ണുമാണ് കുട്ടികൾ. ചെറിയ കുട്ടികളെയും കൊണ്ട് ഇവളുടെ സ്വന്തം വീട്ടിലേക്ക് വന്നു. അവിടെ അവളുടെ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ, പ്രായമായ മാതാപിതാക്കൾ മാത്രമാണ്. അവരുടെയും കൂടെ സംരക്ഷണം ഇവളെ ഏറ്റെടുത്ത് ഇവൾ സ്വന്തമായിട്ട് ഒരിടത്ത് ജോലി ചെയ്യുന്നു. ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഈ കുട്ടികളെ വളർത്തി ഇവളും ജീവിച്ച് അങ്ങനെ ഓരോ പടിപടിയായിട്ട് ഉയർന്ന് ഒരു നല്ല സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായി. അപ്പോഴത്തേക്കും കുട്ടികൾ വളർന്നു. ഓരോ വർഷം കഴിയുന്തോറും ഇവളുടെ ആത്മവിശ്വാസം കൂടി വന്നു. തന്നെ ജീവിക്കാം എന്നുള്ള ആത്മവിശ്വാസം കൂടി വരികയും അവൾ അന്തസ്സായിട്ട് അവൻ്റെ മുന്നേ ജീവിച്ച് ഈ കുട്ടികളെ വളർത്തി പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കാനുള്ള ശ്രമത്തിൽ അവൾ മുന്നോട്ട് പോവുകയും നല്ല രീതിയിൽ പഠിക്കുന്ന 2 കുട്ടികളായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാതെ ഇപ്പം മുന്നോട്ട് പോകുന്നു. ഇത്രയെല്ലാം പ്രശ്നങ്ങൾ സഹിച്ച് നമ്മളൊരു സിനിമ കാണുന്നതിലും വലിയ ത്രില്ലായിട്ടുള്ളൊരു അവളുടെ ജീവിതകഥ കേട്ടാൽ ഇവിടെ ഞാൻ ചുരുക്കി പറയുകയാണ്. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന്, പഠിച്ച സർട്ടിഫിക്കറ്റ് പോലും ഇല്ലായ്മയിൽ നിന്ന് അവൾ ഉയർത്തെണീറ്റ് ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന് ഇന്ന് നല്ല രീതിയിൽ ആരുടെ മുന്നിൽ തോക്കാതെ, ആരുടെ മുന്നിൽ യാചിക്കാതെ അന്തസ്സോടെ കുട്ടികളെ വളർത്തി അവൾ നല്ല രീതിയിൽ ജീവിക്കുകയാണ്. ഇതുപോലെയുള്ള ഓരോ പെൺകുട്ടികൾക്കുള്ളൊരു പ്രചോദനമാണ്. നമ്മുടെ ഉള്ളിലെ തീ ആളിക്കത്താൻ ആത്മവിശ്വാസത്തിൻ്റെ ഒരു തീ എല്ലാവരിലും ഉണ്ട്. നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് ഓരോ ചുവട് വയ്ക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു നമ്മൾ രക്ഷപ്പെടും, നമുക്ക് എങ്ങനെയും ജീവിക്കണം എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുന്നതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കിട്ടും. അല്ലാതെ നമ്മൾ അപ്പോഴേ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ നീ ജീവിതം വേണ്ട എന്ന് ചിന്തിക്കാതെ ഏതൊരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. ഇന്ന് ഇവിടെ ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ജോലി സാധ്യത ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സ് വയ്ക്കണം, ജീവിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടാവണം. എങ്കിൽ നമുക്ക് എന്താണെങ്കിലും ജോലി ചെയ്താണെങ്കിലും നമുക്ക് ജീവിക്കാൻ, അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് സമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ തെളിയിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനിയും മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരാം.